മുത്തുമണീസ് എളുപ്പത്തിലൊരു മത്തങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ. വെളുത്തുള്ളി 2 കഷ്ണം, അതുപോലെ തന്നെ ചുവന്നുള്ളി കുറച്ച്, പിന്നെ വറ്റൽമുളക് ഇട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിച്ച് ചതച്ച സാധനങ്ങളും കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങ ഇട്ടതിന് ശേഷം കുറച്ച് പാകത്തിനുള്ള ഉപ്പിട്ട് നന്നായി അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തി റെഡിയാക്കാം കേട്ടോ. ഇന്ന് ഞാൻ മാത്രം ലഞ്ചിനുള്ളൂ, ബാക്കി ഫബി കമ്പനി പോയി ലാരിക്കുന്ന ലഞ്ച് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചുവന്നുള്ളിയും പൊട്ടിച്ച കാന്താരിമുളക് ഒരു കല്ലിലിട്ട് ചതച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നാളികേരം കൂടെ അതിലിട്ട് ചതച്ചിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചൊരു പാത്രത്തിലാക്കി മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മളുടെ മത്തങ്ങ ഒന്ന് തുറന്ന് നോക്കട്ടെ. മത്തങ്ങ ഇപ്പം നല്ല പാകമായി വന്നിട്ടുണ്ടാകും. ചെറിയ തീയിലായിരുന്നു ഉപയോഗിച്ചത്, നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ നല്ല പാലക്കാട് മട്ട റൈസും ആ മത്തങ്ങ മെഴുക്ക് പുരട്ടിയും കുറച്ച് ഇടിച്ച ചമ്മന്തിയും പിന്നെ നമ്മളുടെ നല്ല പൊരിച്ചെടുത്തിട്ടുള്ള നത്തോലിയും ഉണ്ട് കേട്ടോ. മൂന്നും കൂടെ യോജിപ്പിച്ച് നല്ല ഒരു ഉരുളുരുട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.